സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സോ തിങ്സ് ആർ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. അതായത് ഏതൊരു ചാലഞ്ചിനെയും അല്ലെങ്കിൽ ഇൻറ്റിമിഡേഷൻസിനെയും ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ഒരു ലീഡർഷിപ്പാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. ഒരു ഭരണാധികാരിയാണ് നമുക്കുള്ളത്. കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോവിഡ് വാക്സിൻ ഉണ്ടാക്കി 170 രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ഇവിടെയുള്ള സുഡാപ്പികൾ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. കമ്മികൾ ഇപ്പോഴും ക്യൂബയിൽ നിന്ന് വാക്സിൻ വരുമെന്ന് കണ്ട് മാനത്തോട്ട് വായും പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു. പല പല കാര്യങ്ങൾ നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് നമ്മൾ ഒരു ചലഞ്ചായി കണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഓരോ ആൾക്കാരുടെ ലൈഫ്. ഞാൻ പ്രീച്ച് ചെയ്യല്ല, ഫിലോസഫി ഒന്നുമല്ല. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്രതിസന്ധി. എന്താണ് ജീവിതം എന്ന് ഒരു സന്യാസിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചപ്പം സന്യാസി പറഞ്ഞത്, ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധികളെ നമ്മൾ എത്ര ഭംഗിയായി നേരിടുന്നു എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധിയെ കഷ്ടമായിട്ട് കാണരുത്, പ്രതിസന്ധിയെ ഇഷ്ടപ്പെടുമ്പോൾ പ്രതിസന്ധി നമ്മുടെ കമ്പാനിയനായിട്ട് മാറും. അതുപോലെയാണ് നമ്മുടെ രാജ്യം എപ്പോഴും പ്രതിസന്ധിയെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഡീൽ ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഇപ്പൊ എന്തൊക്കെയാണ് ഈ ട്രംപിന്റെ താരിഫിന്റെ ഒരു സ്പൈക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്? PM മോഡി വിൽ വിസിറ്റ് ചൈന ഫോർ ദ SCO on August 31. India NSA Doval met Putin and set the dates for Putin visit to India. Modi and Lula da Silva agreed to expand ties. China backs India on US tariffs. India halts the purchase of 6 Boeing P-81 aircraft. അങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. കാര്യങ്ങളൊക്കെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ പടന്ന് പറഞ്ഞ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയായി ഇന്ത്യക്ക് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ട്രംപ് ഞെട്ടാൻ പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. കാരണം നരേന്ദ്രമോദി, നമ്മൾ എപ്പോഴും നമ്മുടെ ചർച്ചയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയുമായിട്ട് കളിച്ച ഭരണാധികാരികളെ പിന്നെ മുട്ടിലെഴഞ്ഞേ പോയിട്ടുള്ളൂ എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് അമേരിക്കയാണ്. ഇവിടെയുള്ള കുറെ അമേരിക്കൻ സ്നേഹികളുണ്ടല്ലോ, ഇത് അമേരിക്കയാണ്, ഇത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിനോട് മുട്ടിയാൽ അങ്ങനെയൊന്നുമില്ല. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ പടയപ്പയിൽ രജനീകാന്ത് പറയുന്ന ഡയലോഗ് പോലെ പോടാ അത് ആണ്ടവനെ നമ്മപ്പൊക്കെ ഇറുക്ക എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. കാരണം മോദിയുമായിട്ട് ആരൊക്കെ മുട്ടിയിട്ടുണ്ടോ അവരെല്ലാം തകർന്നു പോയിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പോ നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ അമേരിക്ക ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയുടെ ലക്ഷ്യം ചൈനയാണ്, ചൈനയുടെ വളർച്ചയാണ്, ചൈനയെ തളർത്ത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ചൈനയും ഇന്ത്യയും ഒരുപോലെ അമേരിക്ക ലക്ഷ്യം വെക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും വളരാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലവിലത്തെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ എന്തുകൊണ്ട് ട്രംപ് ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. കറന്റ്ലി നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തപ്പോൾ കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി പോയി, വലിയ അവമതിപ്പുണ്ടായിപ്പോയി. ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം അതിലൂടെ കുതിച്ചുയർന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ ഇപ്പോൾ ലോകത്ത് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. വളർച്ചാ വേഗത്തിലും സ്ഥിരതയിലും പല രാജ്യങ്ങളെയും മറികടക്കുന്നു. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ, IT, ഫാർമ, സ്റ്റാർട്ടപ്പ് രംഗങ്ങളുടെ വളർച്ചയും അമേരിക്കൻ വിപണിയിൽ സ്ഥാനം പിടിക്കുന്നു. അതായത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഈ IT, ഫാർമ, സ്റ്റാർട്ടപ്പ് രംഗങ്ങളുടെ വളർച്ച അതിഭീകരമാണെന്ന് പറയുന്നു. പിന്നെ പല പാശ്ചാത്യ കമ്പനികളും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് നിലയുറപ്പിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് ആയിരുന്നു. അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ അമേരിക്കയിൽ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരാണ് അവിടെ എന്താ പറയാ ഈ IT സർവീസുകൾ, ടെക്സ്റ്റൈല്, സ്റ്റീൽ, അങ്ങനെയുള്ള സകല മേഖലകളിലും എന്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ താരിഫ് ഉയർത്തുന്നതോടുകൂടി അമേരിക്കൻ ജോലികൾ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് വോട്ടർമാർക്ക് മുമ്പിൽ ട്രംപിന് പറയാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ നിലവിലുള്ള ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ് എന്നുള്ളതാണ്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ സ്വാധീനം അറിയാലോ, ബ്രിക്സ്, ഗ്ലോബൽ സൗത്ത് പോലുള്ള അമേരിക്കയുടെ നിലപാടിന് എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സെറ്റപ്പ്, അതും നമ്മൾ ഇന്ത്യ ആണല്ലോ. പിന്നെ വ്യാപാര തുലാസിലെ അസന്തുലനം. കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറവാണ്, എന്നാൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നത് കൂടുതലാണ് എന്നുള്ളതും ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഇതിൽ ട്രംപ് പറയുന്നത് അൺഫെയർ ട്രേഡ് എന്നാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് അൺഫെയർ. അത് ഫെയർ തന്നെയാണ്. നമ്മളെ കുറിച്ച് പഠിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് ഫെയർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് നമുക്കിത് മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ള ചോദ്യത്തിന് ഇത് വളരെ ഈസി ആയിട്ട് ഇന്ത്യക്ക് മറികടക്കാം. കാരണം ഇന്ത്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കുമെന്നാണ് പല സ്ട്രാറ്റജിസ്റ്റുകളും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ഒക്കെ നിലവിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിന് അവർ 2 ടൈപ്പ് സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടേം സ്ട്രാറ്റജിയും ഒന്ന് ലോങ് ടേം സ്ട്രാറ്റജിയും. ദീർഘകാല പ്രതിരോധവും ഈ ഇടക്കാല പ്രതിരോധവും എന്ന് പറഞ്ഞ് 2 ടൈപ്പ് സ്ട്രാറ്റജി അവർ ഇട്ടിട്ടുണ്ട്. അതിൽ ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ബയലാട്രൽ നെഗോസിയേഷൻസ് ഉണ്ട്,
പറയുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യം ഇന്ത്യക്ക് എങ്ങനെയാണ്? ഇന്ത്യക്ക് അനുകൂലമാണോ? നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു താരിഫ് വാറിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിരോധിക്കുക? കാരണം കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഇതിനെ എങ്ങനെ മുന്നിലേക്ക് മറികടക്കും? ഇന്ന് കുറച്ചുകൂടെ ചിത്രം വ്യക്തമായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ഇന്നലെ അമേരിക്കൻ കോൺഗ്രസിലെ ഒരു മുതിർന്ന അംഗം പറഞ്ഞൊരു കാര്യം, കുറെ വർഷങ്ങൾ ആയിട്ട് ഒന്ന് ഒന്ന് സെറ്റിൽ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ഇന്ത്യ അമേരിക്ക ബന്ധം. അത് ട്രംപ് ഒറ്റ ദിവസം കൊണ്ട് കുളമാക്കിയിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ കോൺഗ്രസ് സെനറ്റ് അംഗമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി നന്നായി. കാരണം അമേരിക്ക ഇത്രയും കാലം പലപ്പോഴായിട്ട് നമുക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, നമുക്ക് ആയുധം നൽകാത്തത്, ഗോതമ്പ് നൽകാത്തത്, അങ്ങനെ നമ്മളെ എന്തൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ അതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. പുതിയ തലമുറ ആരെങ്കിലും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ അവരൊരു സംഭവമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ല തെളിവായി തന്നെ ഈ താരിഫിനെ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയല്ല, ഈ ഇപ്പോഴത്തെ പുതിയ തലമുറ, അതായത് ഈ തലമുറയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒപ്പം തന്നെ വെല്ലുവിളികളുമുണ്ട്. അവിടെ അമേരിക്കയെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകരാജ്യങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ബിസിനസ് ഇറക്കുക എന്നുള്ള ആ ഒരു നയത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഏതായാലും നമ്മൾ കണ്ടതാണ്, ഇന്ദിരാഗാന്ധിയൊക്കെ ചെന്ന് ഒരുപാട് സഹായങ്ങൾ അമേരിക്കയോട് ചോദിച്ചപ്പോൾ അത് നൽകാതിരുന്നപ്പോഴാണ് നമ്മൾ റഷ്യയുമായിട്ട് സൈനിക സഹകരണത്തിന് ഒപ്പുവെക്കേണ്ടി വന്നത്. അങ്ങനെയാണ് നമ്മൾ റഷ്യയുമായിട്ട് കൂടുതൽ അടുത്തത്. അതായത് ഈ ഇന്ത്യ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ക്ലിയർ ആണ്. നമ്മൾ വേറൊരു രാജ്യവുമായിട്ട് ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കുന്നത് അമേരിക്കയുടെ തിട്ടൂരനുസരിച്ചിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതായത് അമേരിക്ക പറയണം അവരുമായിട്ട് ബന്ധം വേണ്ട, ഇവരുമായിട്ട് ബന്ധം വേണ്ട. നമ്മുടെ അയൽക്കാരുമായിട്ട് തന്നെ നമ്മൾ അങ്ങനെയല്ലേ? നമ്മൾ ആരുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ല ട്രംപ് അല്ല തീരുമാനിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പോളിസി. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാകുമെന്ന് വെച്ചാൽ തിരിച്ചടിയാകും, പക്ഷെ നാമമാത്രമായ ഒരു തിരിച്ചടിയാണ്. കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കത് ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. 6.6 GDP വളർച്ച ഉണ്ടായിരുന്ന രാജ്യത്ത് അത് 6.4 ഏതാണ്ട് 0.2% കുറയും. പക്ഷെ ഇവിടെ പലരും തള്ളിമറിക്കുന്ന ഇന്ത്യ ഇതോട് തകർന്ന് തരിപ്പണമാകുമെന്നുള്ളത്. അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അത് പറയാനൊരു മടി. എങ്ങനെയെങ്കിലും ഈ 10 വാർത്ത വായിച്ചിട്ട് ആരെങ്കിലും മോദിയെ കല്ലെറിയുന്നെങ്കിൽ എറിഞ്ഞോട്ടെ എന്നുള്ള ധാരണയിലാണ് അവരത് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശതമാനം കുറയുന്നത് നമ്മളെ സംബന്ധിച്ച് മുമ്പോട്ട് വളരുന്ന നമ്മുടെ GDP അത് ബാധിക്കും. 2014 നരേന്ദ്രമോദി കയറുമ്പോൾ എത്രയാണ് GDP എന്ന് ഈ വാർത്ത എഴുതുന്നതും പറയുന്നതുമായ വിദ്വാൻമാരും നോക്കണം. കേവലം 2% കിടന്ന GDP ആണ് ഇദ്ദേഹം 6.6% അത് നമ്മൾ അമേരിക്കയുമായിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതല്ലത്. കാരണം നമ്മൾ അമേരിക്ക മാത്രം നോക്കിയിരിക്കുന്ന ഒരു രാജ്യവുമല്ല. പക്ഷെ ചൈനയ്ക്ക് ഈ താരിഫ് കൂട്ടുന്നത് ചൈനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ചൈനയെ സംബന്ധിച്ച് അവരൊരു എക്സ്പോർട്ട് ഓറിയന്റഡ് രാജ്യമാണ്. അത് കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവര് പോലും ട്രംപ് താരിഫ് ചുമത്തിയപ്പോൾ അവർ ചെയ്തത് എന്താണ്? തിരിച്ച് പകരച്ചുങ്കം ഏർപ്പെടുത്തി. അപ്പോഴാണ് ട്രംപ് വഴങ്ങിട്ട് ഇപ്പൊ ചർച്ചയ്ക്ക് പോവുകയാണ്. അതാണ് ട്രംപിന്റെ പരിപാടി. ഇന്ത്യ പകരച്ചുങ്കം ഏർപ്പെടുത്താത്തത് അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം അവിടുന്ന് നേരത്തെ ധനുഷ് പറഞ്ഞ തന്നെ എന്റെ ഉത്തരം, അവിടുന്ന് വലുതായിട്ടൊന്നും വരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് പകരച്ചുങ്കം ഏർപ്പെടുത്തണമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. തരൂർ അത് തന്നെ, അത് ട്രംപ് പറഞ്ഞ മറുപടി തന്നെയാണ്. നമ്മൾ അവരോട് വലിയ കച്ചവടം ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അതിന് കൂടുതൽ ചുങ്കം കൊടുക്കാനും 100-150% ചില കാര്യങ്ങൾക്ക് നമ്മൾ ഈടാക്കുന്നത് മറ്റൊരു കാര്യം. കാരണം അവിടുന്ന് ഈ പറയുന്ന ബൈക്കുകള്, അതുപോലെ തന്നെ മദ്യം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ IT സെക്ടറിലേക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, സെമി കണ്ടക്ടർ ചിപ്പ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അതിന്റെ ആവശ്യം നമുക്കില്ല. അതിന്റെ ഒരു അങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു സൈലന്റ് ആയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ള പ്രത്യക്ഷത്തിൽ നമ്മൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. മോശമായിട്ടൊരു കമന്റുകളോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു താരിഫ് ഇത് വന്നിട്ട് BJPയുടെ പോലും ഒരു നേതാവ്, അവരുടെ ഒരു ലോക്കൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഇല്ലെങ്കിൽ ഒരു മണ്ഡലം പ്രസിഡന്റോ പോലും ഇതിനെതിരെ കമാന്ന് പറഞ്ഞൊരു അക്ഷരം പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പം ഇന്ത്യ ഒരു ആത്മവിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി ആയിരുന്നു ട്രംപിന് അനുകൂലമായിട്ട് നിന്ന് പാർലമെന്റ് പറഞ്ഞത് ഇത് ഭയങ്കരമാണ്, സംഭവമാണ്. രാഹുൽ ഗാന്ധി അപകടമാണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളി പ്ലേറ്റ് മാറ്റി. ഇപ്പൊ പുള്ളി പറയുന്നത്, അതെനിക്ക് തോന്നുന്നു ഈ
താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞ് പറയാൻ വെച്ചിരുന്ന കാര്യം എന്താണ്, പുള്ളിക്ക് ഭ്രാന്തായി പോയിട്ട് അന്നെന്തോ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ പുള്ളി അത് പറഞ്ഞു അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇന്ത്യ വീഴരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ ഉപദേശങ്ങളൊക്കെ മോദിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പോകുന്ന ഒരു കാര്യം ഇതിന് ഇന്ത്യക്ക് എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, ഒരു ഷോർട്ട് ടൈം വേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കിറ്റെക്സ് എന്ന് പറയുന്ന നമ്മുടെ മലയാളി വ്യവസായി നടത്തുന്ന സ്ഥാപനം, അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതലും കയറിപ്പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാനത് UK-യിലേക്കും യൂറോപ്പിലേക്കും ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അങ്ങനെ ഇനിയിപ്പോ നമ്മുടെ ഉത്പാദകരെല്ലാം തന്നെ ഇപ്പൊ ആമസോൺ നമ്മുടെ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുന്നില്ല. കാരണം ഈ താരിഫ് വർദ്ധിച്ചത് മൂലം അമേരിക്കയിലുള്ള പൗരന്മാർ നമ്മുടെ ഇവിടെ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഈ ആമസോൺ വഴി വാങ്ങിയാലും ഈ താരിഫ് വർധനം ഉണ്ടാകും. അപ്പൊ അത്ര അവർ പേ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ എടുക്കൽ നിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്ന വാർത്ത. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഉൽപ്പന്നങ്ങളെ മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ പറ്റും, പക്ഷെ അതിനൊരു ടൈം എടുക്കും. കാരണം ഈ അമേരിക്കയെ മാത്രം കണ്ടുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടും. കാരണം അവർക്ക് ഇത് ഇനി അടുത്തൊരു സ്പേസ് കണ്ടെത്തണം. അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നേരത്തെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ഒരു റിസൾട്ട് അധികം വൈകാതെ കിട്ടുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ നമുക്കൊരു വലിയൊരു ക്രൈസിസ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നത് ബാങ്ക് ലോണുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. കോടികളുടെ ലോണുകളാണ് ഇവർക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അതിനൊരു ചെറിയ ഇളവ് നൽകേണ്ടി വരും. ലോണിനല്ല ഇളവ് നൽകുന്നത്, പകരം ഇവരുടെ തിരിച്ചടവിന് ചിലപ്പോൾ ഒരുപക്ഷെ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ചിലപ്പോൾ ഒരു മന്ദിപ്പ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് 0.2% നമ്മുടെ GDP കുറവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അവരുമായിട്ട് ഇപ്പോൾ 18% നമ്മുടെ കച്ചവടം. ഈ 18% കച്ചവടം പണ്ട് മുതലേ ഇല്ല, ഈ അടുത്ത കാലത്ത് കൂടിയതാണ്. പ്രത്യേകിച്ച് പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഒക്കെ വന്നതിന് ശേഷം കൂടിയതാണ്. അപ്പം ഇത് മാറാം എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ ആയിട്ട് ഇപ്പൊ കച്ചവടത്തിന് ഇന്നലെ ബ്രസീലിയൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രിക്സ് രാജ്യങ്ങൾ കച്ചവടം ചെയ്യാമെങ്കിൽ ലോകത്തുള്ള വ്യാപാരത്തിന്റെ 27% ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. 27%, ചില്ലറയല്ല. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അളവ് കൂടുകയും ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോവുകയും ചെയ്താൽ മറ്റു രാജ്യങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് അമേരിക്ക കണക്കുള്ള രാജ്യങ്ങൾക്ക് എന്താണ് പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള കയറ്റുമതിയിലൂടെയുള്ള പ്രൊഡക്ഷൻസ് ആണ് അവർക്കും ഉള്ളത്. എല്ലാവരും കയറ്റുമതി തന്നെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ ഇന്ത്യ കയറ്റുമതി മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യമല്ല. കാരണം ഇന്ത്യ കയറ്റുമതി വലിയ രീതിയിൽ തുടങ്ങുന്ന ഈ അടുത്ത കാലത്താണ് വലിയ രീതിയിൽ ഇന്ത്യ ഒരു കയറ്റുമതിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ ഭക്ഷ്യ സുരക്ഷയിൽ നമ്മൾ സേഫായി, മറ്റു പലതിലും സേഫായി, പാലുൽപാദനത്തിൽ ഒന്നാമതായി. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കയറ്റുമതിയിലേക്ക് പോകുന്നത്. കാരണം ഇന്ത്യ ഒരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇനി ലളിതമായി ഞാനൊരു കാര്യം കൂടി ഞാൻ ധനുഷിനോട് പറയാം. ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അമേരിക്കക്കാരൻ്റെയാണ് യൂട്യൂബ് പൊട്ടിപ്പോയ നഷ്ടം ഗൂഗിളിനും അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ, ഒരു ഇന്ത്യക്കാരനും നഷ്ടം വരില്ല. കാരണം ഈ താരിഫിന്റെ പുറത്ത് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ മുമ്പോട്ട് പോകുന്നത് യൂട്യൂബിന് നമ്മൾ 100 രൂപയ്ക്ക് 15 രൂപ വെച്ച് മാസം ടാക്സ് അടച്ചാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ടാക്സ് നിന്നുള്ള വരുമാനം നിൽക്കും. പിന്നെ ഈ യൂട്യൂബ് എന്തിനാണ് നടത്തുന്നത് വെച്ചാൽ ഇന്ത്യക്കാരന് വീഡിയോ ഇടാനല്ല അവർ നടത്തുന്നത്, കോടാനുകോടി പരസ്യം ആണ് യൂട്യൂബിലൂടെ വരുന്നത്. ആ പരസ്യം ഇന്ത്യയിൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. 1.42 ബില്യൺ ആണ് യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ യൂട്യൂബ് പറയാണ് നാളെ മുതൽ നിങ്ങളെല്ലാം ഇത് കാണണമെങ്കിൽ പൈസ തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിപ്പോകുന്ന നമ്മൾ പറയും വെച്ചിട്ട് പോടേന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ 1.42 ഉള്ള ആൾക്കാരുടെ ഇടയിൽ, അതായത് ഇത്രയും കോടി ജനത്തിന്റെ ഇടയിലേക്കാണ് ഈ യൂട്യൂബ്. ഇപ്പൊ ഡൽഹിയില് ഗൂഗിൾ ഒരു വലിയ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇടയിലേക്കാണ് ഈ ലോകത്തുള്ള സകലമാന സാധനങ്ങളുടെ പരസ്യം കാണിക്കുന്നത്. അതല്ലാതെ അവർ ഓസിന് ഈ പ്ലാറ്റ്ഫോം അവർ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പരസ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പരസ്യം ഇന്ത്യക്കാർക്കിടയിൽ കാണിക്കുവാനും കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ സ്ഥാപനം ഈ യൂട്യൂബ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോ അതിന് നമ്മൾ ഈ യൂട്യൂബ് നടത്തുന്നവനും പൈസ കിട്ടുന്നുണ്ട്, അതിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ഈ കണ്ടന്റിന് 100 രൂപ നമുക്ക് കിട്ടുക, അതിന് നമ്മളും 15 രൂപ വെച്ച് കൊടുക്കും. 15% 15 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, $15 വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളിൽ നിന്ന് പരസ്യം വഴി ആ പരസ്യദാതാവിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെയുണ്ട്. അപ്പൊ ഗൂഗിൾ ചില്ലറക്കാരനാണോ? നല്ലതുണ്ട്. അപ്പൊ ഗൂഗിളിനോട് നാളെ ട്രംപ് പറയണം നിർത്തിക്കോളാൻ പറഞ്ഞാൽ ഗൂഗിൾ തെണ്ടുവോ അമേരിക്ക തെണ്ടുവോ, അതോ ഇന്ത്യക്കാരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരൻ തെണ്ടുവോ? ഇന്ത്യക്കാരനൊന്നും പറ്റാനില്ല. കാരണം ടിക്ടോക്ക് നിരോധിച്ചപ്പം ഇവിടെ എല്ലാവരും എന്താ പറഞ്ഞു, അയ്യോ തകർന്നു, ഇവിടുത്തെ യൂത്തൊക്കെ എന്തോ ഇത് പബ്ജി കിബ്ജി അങ്ങനെ കുറെ കളിയൊക്കെ നിരോധിച്ചപ്പോ സംഭവമാണ്. ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോം വന്നു. അപ്പൊ അതിലൊന്നും ഒരു കഥയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ട്രംപിനെ അറുത്ത് മുറിച്ചിട്ടൊന്നും നിർത്തിയിട്ട് പോകാൻ പറ്റും. നിർത്തിയിട്ട് പോയാൽ അവർക്ക് തന്നെയാണ് നഷ്ടം.
അതാണ് അവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ത്യക്ക് നഷ്ടം വരില്ല എന്ന് വെച്ചാൽ വരും. നമ്മൾ അവിടെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് നമുക്ക് അവിടെ നഷ്ടം വരുന്നുണ്ട്. ഇതിനേക്കാൾ ഒരു മണ്ടൻ തീരുമാനമായിരുന്നു ഇതിനു മുമ്പ് ട്രംപ് എടുത്തിരുന്നത്. അവിടെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞു. അവിടെ 25 ലക്ഷം ഡോളറാണ് അവിടെ ഒരു വർഷം ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ചെലവഴിക്കുന്നത്. അതിൽ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് അടയ്ക്കുന്ന ഫീസ് തന്നെയാണ്. ബാക്കി 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരുടെ ചെലവും പിന്നെന്താണ് ഫുഡും എല്ലാം കൊണ്ടുള്ള ചിലവാണ്. അപ്പൊ ഇതൊക്കെയുള്ള തീരുമാനങ്ങളാണ്. ഏതായാലും ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യ എന്തുകൊണ്ട് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പണ്ട് മുതലേ ലക്ഷ്യം വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നന്നായി അറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചൈന പോലെയല്ല. കാരണം ഇത് വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യം എന്നത് മാത്രമല്ല, ലോകത്തിലെ 1-ാം നമ്പർ വിപണിയാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യ ഒരു പാപ്പരാണെങ്കിൽ, ഇന്ത്യ ഒരു ചത്ത കമ്പനി ആണെങ്കിൽ, അല്ല ചത്ത എക്കണോമി ആണെങ്കിൽ, ഇന്ത്യ ഒരു ഇതാണെങ്കിൽ തകർന്നു നടക്കുന്ന ഒരു പീറ രാജ്യമാണെങ്കിൽ എന്തിനാണ് ട്രംപ് ഈ കടുംപിടുത്തം പിടിക്കുന്നത്? അല്ലെ, എന്തിനാണ് വ്യാപാര കരാറിന് ഈ കിടന്ന് പിടുത്തം പിടിക്കുന്നത്? അപ്പൊ ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യ വശം. ഇതാണ്. ഇനി വളരെ കൗതുകകരമായ കാര്യം, ഈ ട്രംപ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ട്രബാക്ക എന്നാണ് അവരുടെ ഇന്ത്യൻ ഓർഗനൈസേഷന്റെ പേര്. ആ ട്രബാക്ക ഇന്ത്യയില് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ രീതിയിലാണ് പണം മുടക്കിയിരിക്കുന്നത്. 10 വർഷം കൊണ്ട് കോടികളാണ് ട്രംപ് ടവർ, പൂനെയിലൊക്കെ ട്രംപ് ടവർ ഉണ്ട്. അപ്പൊ കോടികളാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ട്രംപിന്റെ സ്വന്തം കമ്പനി, മോളും മരുമോനും അടങ്ങിയ കമ്പനി ഉണ്ടാക്കി. ഇതൊരു ചത്ത എക്കണോമി ആണെങ്കിൽ ട്രംപ് ഇവിടെ കൊണ്ട് പൈസ ഇറക്കുമോ? സ്വന്തം പോക്കറ്റ് കിടക്കുന്ന പൈസ, അമേരിക്കാരന്റെ പൈസയല്ല, അങ്ങേരുടെ പൈസ സ്വന്തം കൊണ്ട് നടക്കത്തില്ലല്ലോ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ എല്ലായിടത്തും നിൽക്കുന്നത്. പിന്നെ ഇപ്പം നടത്തുന്ന ഇന്ത്യ ഇവിടെ ഒരു മേജർ പവറായി ഏഷ്യയിൽ മാറുന്നു. ഇന്ത്യ പവറാകുന്നു എന്ന് പറഞ്ഞാൽ ചൈന പവറാകുന്നത് പോലെയല്ല. ചൈന 19 ട്രില്യൺ എക്കണോമിയുള്ള വലിയ ഇന്ത്യക്കാളൊക്കെ ബഹു ദൂരം മുന്നിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയുള്ള രാജ്യം തന്നെയാണ് സൈനികപരമായ മുമ്പിൽ. അതെല്ലാം നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇന്ത്യ പറയുന്നിടത്താണ് ബ്രിക്സ് നിൽക്കുന്നത്. അവിടെയാണ് നിർണായകം. കാരണം ഇന്ത്യ ഒരു വിപണിയാണ്. ബ്രിക്സിലുള്ള ബ്രസീലോ ദക്ഷിണാഫ്രിക്കയോ ചെറിയ രാജ്യങ്ങളോ പറയുക, മോദിയോട് പറയാം, മോദിജി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അമേരിക്ക ഞങ്ങളെ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ചരക്കും കൊണ്ടെങ്കിൽ പോരെ, ഇവിടെ ഞാനത് എടുക്കാം, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നാൽ പോരെ, നിങ്ങൾക്ക് കച്ചവടം നടന്നാൽ പോരെ, നിങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള രാജ്യം ഇന്ത്യയാണ്, ചൈനയല്ല. കാരണം ചൈന ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് കച്ചവടം നടത്താൻ മുമ്പോട്ട്. കാരണം അവിടെ തന്നെ ഏതാണ്ടൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്പാദനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഈ ബ്രിക്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ട്രംപിന് അത് നന്നായി അറിയാം, ഇന്ത്യ ബ്രിക്സിൽ നിന്ന് ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് തകർന്ന് തരിപ്പണമായി പോകും. കാരണം ഇത് മുമ്പോട്ട് പോവില്ല. പിന്നെ ട്രംപ് ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മുൻകാലങ്ങളിലെ പോലെ അല്ല ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യ എവിടെ കച്ചവടം ചെയ്യുന്ന ഇന്ത്യൻ റുപ്പീസിലാണ്. റഷ്യയിലായാലും യുഎയിലായാലും ഇപ്പോൾ സൗദിയുമായിട്ട് നമ്മൾ ഡീലായിരിക്കുന്നു, നാളെ ബ്രസീലിലായാലും ഒക്കെ തന്നെ. ഇങ്ങനെ ബ്രിക്സ് രാജ്യങ്ങളിലെല്ലാം അവരുടെ റുപ്പീസിൽ അല്ലെങ്കിൽ അവരുടെ കറൻസിയിൽ വിനിമയം നടത്താമെന്നുണ്ടെങ്കിൽ പിന്നെ ഡോളർ എന്താ പിന്നെ ഒരു സ്കോപ്പ് ഉള്ളത്? അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റ് ഒന്നും എല്ലാ കാലവും അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇന്നലെ യുടെ ഭരണാധികാരി പുടിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മാറുന്നതനുസരിച്ച് കംപ്ലീറ്റ് മാറും. ഇപ്പോൾ ഈ ട്രംപ് ചെയ്തിരിക്കുന്നത് ഏഷ്യ എന്നും യൂറോപ്പ് എന്നും കൃത്യമായി വേർതിരിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത്. ഇത് ഒരുപാട് രാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കും, ഏഷ്യൻ രാജ്യങ്ങൾക്ക്. യാതൊരു തർക്കവുമില്ല ഇതിൽ. ബ്രസീലിനെ സംബന്ധിച്ച് അവർക്ക് 3% കയറ്റുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് 18% ആണെങ്കിൽ തന്നെയും നമുക്കൊരു ഷോർട്ട് ടൈം നമ്മളുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചിലപ്പോൾ ഈ 1% വല്ലതും ആകെ കുറയുന്ന 2%. ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൽ 1% വല്ലതും കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളത് കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കാരണം ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യക്കും ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലെക്സിബിൾ ആയിട്ടൊരു സമൂഹമാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം. അതായത് ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പലപ്പോഴായിട്ട് ചർച്ച പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമേരിക്കയിൽ ബീഫിന് ഭയങ്കര വില കൂടുതൽ കിട്ടാനില്ല. അപ്പോൾ ആസ്ട്രേലിയൻ ബീഫ് അവിടെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ആസ്ട്രേലിയൻ ബീഫ് അവർക്ക് വേണ്ട. കാരണം അമേരിക്കൻ ബീഫിന്റെ ടേസ്റ്റ് അല്ല ആസ്ട്രേലിയൻ ബീഫിന്റെ ടേസ്റ്റ്. പക്ഷെ നേരെ മറിച്ച് ഇന്ത്യയിലാണ് സംഭവമെങ്കിൽ എവിടുന്ന് കിട്ടിയ ബീഫായാലും നമ്മൾ കഴിക്കും. കാരണം നമുക്ക് സംബന്ധിച്ച് നമ്മൾക്ക് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത്, ഈ രാജ്യത്തിന് ഗുണകരമായി നമുക്ക് ലാഭകരമായി എന്ത് കിട്ടുമോ അത്. ഇപ്പൊ ഈ ട്രംപ് ചെയ്തത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത നമ്മൾ സംസാരിച്ചത്, ഇന്ത്യയിലെ ചില എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അതായത് സ്റ്റോപ്പ് ചെയ്തില്ല, എണ്ണ കുറച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ട്രംപിന്റെ വിരട്ട് ഏറ്റു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ നിർത്തിയിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു നിർത്തി എന്നുള്ളത്? പ്രശ്നം അന്ന് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞായിരുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ നമുക്ക് തരുന്ന എണ്ണയുടെ ഡിസ്കൗണ്ട് കുറച്ച് വരും, പഴയ ഡിസ്കൗണ്ട് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എണ്ണ കമ്പനികൾ ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടുന്നിടത്തേക്കല്ലേ പോകും. അപ്പൊ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞത് എവിടെയാണെന്ന് നോക്കിയിട്ട് അവർ പോകും. ഇപ്പൊ എന്താ ഗുണപ്പെട്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അജിത് ഡോവൽ റഷ്യ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എണ്ണയുടെ വില അവർ കുറച്ചു. അതായത് ഡിസ്കൗണ്ടും കൂട്ടി, മീൻസ് ഡിസ്കൗണ്ടും കുറച്ചുകൂടെ അവർ കൂട്ടിയിട്ട് എണ്ണ വില ഭയങ്കരമായിട്ട് കുറച്ച് തന്നു റഷ്യ. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ആയത് പറഞ്ഞുകൊണ്ട്, ഇല്ലായിരുന്നെങ്കിൽ അവർ ആ ഡിസ്കൗണ്ട് കുറച്ച് താരത്തിൽ നിലനിന്നേന്.
അതൊരു ഗുണമായി. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ അടുത്ത കാലത്തൊന്നും ഞാനത് കണ്ടിട്ട്, അടുത്ത കാലത്തല്ല, എനിക്ക് തോന്നുന്നത് ഒരു ഈ അടുത്ത കാലത്തല്ല, എനിക്കൊരു അത്ഭുതം തോന്നിയ സാധനം, ഗ്ലോബൽ ടൈംസിൽ ഒരു വലിയ മുഖപ്രസംഗം അവർ എഴുതിയിട്ടുണ്ടെന്ന്. ചൈനയുടെ ആണല്ലോ, മുഖപത്രമാണല്ലോ ഈ ഗ്ലോബൽ ടൈംസ്. അവരെഴുതിയിരിക്കുന്നത് ഇന്ത്യയും ചൈനയും അതായത് വ്യാളിയും ആനയും നൃത്തം ചെയ്യാൻ സമയമായിരിക്കുന്നു. എന്നിട്ട് അതിൽ ഹിന്ദു ഒരു പഴഞ്ചൊല്ലാണ് അവർ കോട്ടിയിരിക്കുന്നത്. അത് പറയുന്നത്, നമ്മളുടെ സഹോദരന്റെ ബോട്ട് നമ്മൾ കടക്കാൻ സഹായിച്ചാൽ നമ്മളുടെ ബോട്ടും അക്കരെ എത്തും എന്നാണ്. അതായത് രണ്ടുപേരും സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അക്കരെ ഇക്കരെ എത്തി നന്നായി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആ കോട്ടാണ്. നരേന്ദ്രമോദിയുടെ വരവിന് വലിയ രീതിയിലാണ് പത്രം ഒരു വലിയ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഗ്ലോബൽ ടൈംസ് എന്നും നിശിതമായി ഇന്ത്യയും മോദിയും വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പത്രമാണ്. കാരണം അത് ചൈനയുടെ മുഖപത്രമാണ്. അവരാണത് എഴുതിയിരിക്കുന്നത്. നമ്മൾ വാക്സിൻ ഉണ്ടാക്കിയ സമയത്ത് പോലും നമ്മളെ കളിയാക്കിക്കൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച, നമ്മുടെ കോട്ട് സഖ്യത്തിനെതിരെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ കൂടിയാണ് ഈ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത്. ഇപ്പൊ അവർ വളരെ ശ്ലാഘിച്ച് എഴുതിയിരിക്കുന്നു. ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ട്രംപ് കളിക്കുന്ന കളി ഇപ്പോൾ ചൈനയ്ക്ക് 41% താരിഫുള്ളൂ. അപ്പൊ ചൈനയെ അങ്ങനെ നിർത്തിക്കൊണ്ട് അവരുമായി ചർച്ച ചെയ്ത് രമ്യതയിൽ പോവുക എന്നുള്ളതാണ്. പക്ഷെ ചൈന ആ കെണിയിൽ അങ്ങനെ വീണു കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഏത് നിമിഷവും മാറി പറയാം. ഇപ്പൊ അതുകൊണ്ടാണ് ചൈന ഇന്നലെ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്, നിങ്ങൾ ഒരിഞ്ച് പിന്നോട്ട് മാറണം, നിങ്ങൾ ഒരിഞ്ച് പിന്നോട്ട് മാറി നിങ്ങളുടെ തലയിൽ അവൻ കയറും എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതിപ്പം പുടിൻ യുദ്ധം അവസാനിപ്പിച്ചാലും ഇല്ലെങ്കിലും ലോകക്രമം മാറിയിരിക്കുന്നു. ഈ ട്രംപിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് ഏഷ്യൻ രാജ്യങ്ങൾ, ഇപ്പം യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് ഇതിൽ നിന്ന് മലക്കം മറിയും. കാരണം ട്രംപിന്റെ ഒരു വലിയ മോഹമാണ് നോബൽ പ്രൈസ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പുടിനെ കാണാനായിട്ട് നെക്സ്റ്റ് വീക്കിൽ പോകുന്നുണ്ട്. സ്ഥലമൊക്കെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ റഷ്യയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഫിക്സ് ചെയ്തു, അവിടെ വെച്ച് കണ്ടു. ഈ ചർച്ച വിജയിച്ചാലും ഇല്ലെങ്കിലും അത് ഈ അമേരിക്കയോടുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങളുടെയോ ഇല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെയോ നിലപാടിൽ യാതൊരു മാറ്റവും വരില്ല. അതായത് എന്താ പറയുന്നത്, ഈ എന്തെങ്കിലും ചെറിയ നേട്ടത്തിന് വേണ്ടി വെറുപ്പിച്ചവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് അന്നും നിൽക്കും, ഇന്നും നിൽക്കും, മുൻപോട്ടുള്ള യാത്രയിൽ അവരങ്ങനെ നിൽക്കും. യുദ്ധം തീർക്കുമായിരിക്കും. പക്ഷെ ആ യുദ്ധം ശാശ്വതമായി തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് ശാശ്വതമായി തീരില്ല. കാരണം റഷ്യയുമായിട്ട് അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ പണ്ട് തുടങ്ങിയ അടി ഇപ്പോഴും തന്നെ ഉണ്ട്. അത് സാധ്യതകൾ കുറവാണ്. പിന്നെ അതെന്താകും, ആ യുദ്ധവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഈ ട്രംപിന്റെ ഈ നടപടി കൊണ്ട് സംഭവിച്ചത്, റഷ്യ, ഇന്ത്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്നതും അവർ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ട്രംപ് പറഞ്ഞത്, ബ്രസീലിയൻ പ്രസിഡന്റിനോട് പറഞ്ഞത്, അയാൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു, ഞാൻ വിളിക്കാൻ വേറെ ആമ്പിള്ളേർ ഇവിടെ ഉണ്ട്, ഞാൻ മോദിയോ ഷീ ജിൻപിങ്ങിനെ വിളിച്ചോളാം, അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ഇവിടെ സംഭവിക്കുന്നത്, ട്രംപ് ചിലപ്പോൾ ഈ യുദ്ധം തീർന്നു കഴിയുമ്പോൾ പറയും, ഞാൻ താരിഫ് കുറച്ചു, ഇന്ത്യയിൽ വന്ന് എന്റെ കാല് പിടിച്ചു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ആ മുറിവ് ഉണങ്ങില്ല ഉടനെയൊന്നും. നയതന്ത്ര തലത്തിൽ ഈ മുറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മുറിവ് ഉണങ്ങില്ല. ഇത് നോക്കൂ, ഇന്നലെ കൃത്യമായി തന്നെ ഇന്ത്യ P-60 ആണെന്ന് അവിടെ ബോയിങ്ങിന്റെ വാങ്ങൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. കോടികളുടെ തന്നെ ഒരു ട്രേഡാണ് നടക്കുന്നത്. അതിപ്പോ തൽക്കാലം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ ഞെരുക്കത്തിൽ, അതായത് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തന്റെ മാത്രം ആഗ്രഹങ്ങളും തന്റെ താരിഫും അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു അമേരിക്കൻ യുഗം ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷെ ഇപ്പോഴാ കാലം ഒരുപാട് മാറിയിരിക്കുന്നു. വമ്പന്മാർ വിചാരിച്ചിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ട്രംപ് കടന്ന് കളിക്കുന്ന കളി എന്നുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയല്ല, അനുനിമിഷമാണ് ഇതിന്റെ ചിത്രം മാറി മറിയുന്നത്. ശരിക്കും നമ്മളൊക്കെ കേട്ടിരുന്നത് ഈ വർഷം അവസാനം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ എത്തുമെന്നും സമ്പൂർണ്ണ വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നുമായിരുന്നു. അതിനുള്ള വേദി കാശ്മീരാണെന്നും ഒക്കെ അന്ന് കേട്ടിരുന്നു. ശ്രീനഗറിൽ വെച്ചായിരിക്കും ഈ ഒപ്പിടൽ നടക്കുന്നതെന്ന് കേട്ടിരുന്നു. പക്ഷെ ഇതിന് അപ്രതീക്ഷിതമായിട്ട് ഇതാ പുടിനാണ് വരുന്നത്. പുടിൻ എത്തുന്നു, പുടിൻ വലിയ കരാർ ഒപ്പിടാൻ പോകുന്നു. അതിനകത്ത് ഈ Su-57 അടക്കമുള്ള വലിയ കരാർ, അതുപോലെ ആണവ നിലയങ്ങളുമായിട്ടുള്ള പ്രധാനമൊക്കെ ഒപ്പിടാൻ വരുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തുകയാണ്. അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല, ഈ ഉച്ചകോടിക്ക് സാധാരണ പ്രധാനമന്ത്രി എത്താറുള്ളതാണ്. അപ്പൊ ചൈന ആയതുകൊണ്ട് എത്തുമില്ലെന്ന് ഡൗട്ടുണ്ട്. അതിപ്പോ അത് ക്ലിയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം എത്തുന്നു. അതിനിടയിൽ ജപ്പാനുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ ഫൈനലൈസ് ചെയ്തു ഒപ്പിടാൻ പോകുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം, അതായത് ദ്രുതഗതിയിൽ തന്നെ അതായത് നേരത്തെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഇത് കരുതിയിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. ഏതാ ഇങ്ങനെ ഒരു, കാരണം അവരുടെ വേദികളെല്ലാം നമ്മൾ ബ്രിക്സിന്റെ മീറ്റിങ്ങുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലവർ നിരന്തരം പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചതൊക്കെ. കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ വളരെ നിശ്ചിതമായിട്ട് തന്നെയായിരുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് ഒക്കെ അമേരിക്കക്കെതിരെ പറഞ്ഞത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു ഭാഗത്തേക്ക് എല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞു. ഏതായാലും ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ ഗുണപാഠം കിട്ടിയിട്ടുണ്ട്. ഇവർ ചതിയന്മാരാണെന്ന് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകില്ല. 60കളിൽ നമുക്ക് ആയുധം തരാതിരുന്നവരാണ്. 65 നമുക്ക് ഗോതമ്പും ഭക്ഷണം തരാതെ നമ്മളെ കഞ്ഞൂടി മുട്ടിക്കാൻ ശ്രമിച്ചവരാണ്. 88 നമ്മുടെ വികസനത്തെ തടഞ്ഞവരാണ്. ഇനി നമുക്ക് ക്രയോജൻ എഞ്ചിൻ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇത് കണക്ക് മാധ്യമങ്ങളെ മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സംവിധാനത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ചവരുന്നതാണ്. അവരിതാ പുതിയ രൂപത്തിലെത്തിയിരിക്കുന്നു. നമുക്ക് താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ രൂപത്തിലെത്തിയിരിക്കുന്നു. അതായത് നമ്മളോട് യാതൊരു സ്നേഹവും സായിപ്പിന് പണ്ടുമില്ല, ഇന്നുമില്ല. സായിപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നതൊക്കെ അവരുടെ ഔദാര്യത്തിലല്ല കഴിയുന്നത്. പിന്നെ അമേരിക്കയിലേക്ക് കാര്യങ്ങൾ കയറ്റിവിട്ടുകൊണ്ടല്ല ഇന്ത്യക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇതൊരു വിപണിയാണ്. ഇവിടെ തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിയുന്നത്. മറ്റ് വിപണികൾ കൂടി അവർ കണ്ടെത്താൻ പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങുമെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. യൂറോപ്പും അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് താൻ തന്നെ പോയി ഡീല് ശരിയാക്കി കൊടുക്കും ഇവർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മോദിയെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്തൊരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ആർക്കും അതിനകത്ത് ടെൻഷനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ താരിഫ് വലിയ ചർച്ചയോ പ്രശ്നങ്ങളോ ഒന്നും ഈ രാജ്യത്ത് ഉണ്ടാകാതെ പോകുന്നതും അതുകൊണ്ടാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളുമായി വന്ന് പത്രത്താളുകളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കാൻ കാണിക്കുന്ന ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ എനിക്കത് കാണാൻ കഴിയൂ. കാരണം ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ കാണുന്ന വാർത്തകളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അതിനകത്ത് അപ്പുറത്തൊന്നുമില്ല. വീണ്ടും ഒരു എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് നോക്കുക, ട്രൈ ചെയ്യണമല്ലോ. നമ്മൾ വെറുതെ ഇരുന്നാൽ എങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും തുറക്കും. എന്നിട്ട് അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു ഡയലോഗുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഞങ്ങൾ ആകെപ്പടം നശിപ്പിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതികാരമാണ് ലക്ഷ്യം. ഭീഷണി, പ്രതികാരമാണ് ലക്ഷ്യം. ഏതായാലും അതൊന്നും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ 2029 വരുമ്പോ നമുക്ക് ആലോചിക്കാം. അതായത് യോധയിലൊരു സീനുണ്ടല്ലോ അങ്ങനെ. ഇനിയിപ്പോ അടുത്തങ്ങ് ഉത്സവം ഇല്ല, അടുത്ത ഉത്സവത്തിന് കാണാം എന്നേ ഉള്ളൂ.